പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങൾ മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ നിറയേണ്ടത് ഭയമല്ല, പ്രത്യാശയാണ്. കാരണം വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം ഗെറ്റ് റെഡി ഫോർ ദ റിവാർഡ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരണം പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കർത്താവ് ഭൂമിയെ നീതിയോടെ വിധിക്കാൻ വരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മുടെ ലൈഫ് നീതിയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഫോക്കസ് പോകുന്ന വചനങ്ങൾ ഭയപ്പെടുത്തുന്ന വചനങ്ങളിലേക്കായിരിക്കില്ല, നേരെ മറിച്ച് പ്രത്യാശ നൽകുന്ന വചനങ്ങളിലേക്കായിരിക്കും. ഒരുപാടുണ്ട്. ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും വേദനകളും ദുരിതങ്ങളും ഉണ്ടാകുമെന്നൊക്കെ വചനം ആവർത്തിച്ച് പറയുന്നതിനിടയ്ക്ക് തന്നെ 3-4 തവണയായി ഇന്നത്തെ സുവിശേഷവും 1-ാം വായനയും പ്രതിവചന സങ്കീർത്തനമൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഗെറ്റ് റെഡി ഫോർ ദ റിവാർഡ് എന്നുള്ളതാണ്. നിങ്ങൾ ബി പ്രിപ്പയർഡ് ഫോർ യുവർ റിവാർഡ്, നിങ്ങളുടെ സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. ഈ പ്രത്യാശ റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:5 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അങ്ങനെ ദൈവത്തെ കാത്തിരുന്ന ഒരു ജനതയാണ് ഒരിക്കലും പീഡനങ്ങളുടെ മുൻപിൽ തളരാതെയും തകർന്നു പോവാതെയും നിരാശരായിരിക്കാതെയും ഈ സഭയെ ഇങ്ങനെ കെട്ടിപ്പടുത്തതെന്നറിയണം. അങ്ങനെ തകർന്നു പോവാതിരുന്ന പ്രത്യാശയിൽ നിലനിന്നിരുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിത്തറ പാകിയതെന്നറിയണം. കർത്താവെ, അങ്ങിലേക്ക് നോട്ടം വെച്ച് അങ്ങിൽ ശരണപ്പെട്ട് അങ്ങയിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കും വരം തരണമേ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന. പറഞ്ഞല്ലോ, ഒന്നാമത്തെ സുവിശേഷത്തിൽ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. ഈ ദേവാലയം തകർക്കപ്പെടുമെന്നും ക്ഷാമങ്ങൾ ഉണ്ടാവുമെന്നും ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്നുമൊക്കെയുള്ള കർത്താവിൻ്റെ വചനങ്ങൾ. അവസാനം ഇനിയുമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ പേടി വരണത് കർത്താവിനെ പ്രതീക്ഷിച്ച് ജീവിക്കാതിരുന്ന മനുഷ്യരുടെ ഉള്ളിലാണ്. അങ്ങനെ തന്നെയാണ്. ദൈവത്തെ നോക്കി അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരുടെ മനസ്സിലേക്ക് വരുന്ന വചനങ്ങളിലെ ഒന്നാമത്തെ വായനയുടെ അവസാനത്തെ വചനമാണ്. വളരെ പ്രകാശം തരുന്നൊരു വചനമാണത്. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. ഈ 1-ാം വായന വളരെ വളരെ കുറച്ചേ ഉള്ളൂ. അതിനകത്ത് പറയണ കാര്യം, കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിപ്പിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ അവിടെയാണ് ഇങ്ങനെ കർത്താവിനെ കാത്തിരിക്കുന്ന, അവനിൽ പ്രത്യാശ ഏർപ്പിക്കുന്ന മനുഷ്യർക്കുള്ള റിവാർഡ് പറയണത്. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നിങ്ങൾക്ക് ഒരു റിവാർഡ് ഉണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ കാത്തുവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയെ നീതിയോടെ വിധിക്കാൻ വരുമെന്ന് പറയുന്നത്. മറ്റൊരു വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലവുമായി അവൻ വരും. സുവിശേഷത്തിൻ്റെ അവസാനം ഇത് തന്നെയാണ്. എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല. അവസാനത്തെ വചനം എങ്ങനെയാണ്? പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഇത് ഭയപ്പെടുത്തുന്ന വചനമല്ല, നേരെ മറിച്ച് പ്രത്യാശ നൽകുന്ന വചനമാണ്. ഗവൺമെൻറ്റൊക്കെ ഒരു തവണ ഇറക്കിയിരുന്നത് ഭയമല്ല ജാഗ്രതയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോവിഡ് കാലത്തൊക്കെ കേട്ടത്. ഇവിടെ ജാഗ്രതയേക്കാൾ അപ്പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന വലിയൊരു പ്രത്യാശയെക്കുറിച്ച്, നമുക്ക് തരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മാനത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഭയമല്ല ജാഗ്രതയാണ്. ജാഗ്രതയോടുകൂടെ ജീവിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണെന്ന് കൂടെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തിനാണ് തളർന്നിരിക്കുന്നത്? ഈ വചനങ്ങൾ കേട്ട് എന്തിനാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുന്നത്? കർത്താവ് പറയും, അത് അവിടെയാണ്, ഇത് ഇവിടെയാണെന്നൊക്കെയുള്ള വചനങ്ങൾ കേട്ട് നിങ്ങളെ വഴിതെറ്റാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടി
പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, അവന് വേണ്ടി ജീവിതം ഒരുക്കി അവനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രതിഫലം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഞായറാഴ്ച നമ്മൾ കർത്താവിന് വേണ്ടി, ഞായറാഴ്ച എങ്കിലും കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തമ്പുരാനെ, പ്രാർത്ഥനയാണ് അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കാനായിട്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന ഇന്ന് ഞങ്ങൾക്കുള്ളത്. കർത്താവെ, നിനക്ക് വേണ്ടി, നിന്റെ വരവിന് വേണ്ടി ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കാൻ അങ്ങ് ദയ തോന്നണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ വചനങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടി കർത്താവ് പറയണതല്ല, ഒരുങ്ങാൻ വേണ്ടി തരുന്നതാണ്. ഈ ഒരുക്കത്തിൻ്റെ അവസാനം ഒരുങ്ങി നിൽക്കുന്നവന് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ആകാശവാതിലുകൾ തുറന്ന് ദൈവം താഴേക്ക് വന്ന് എന്നെ സ്വീകരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, നിസ്സാര കാര്യമല്ല. തമ്പുരാനെ, അങ്ങനെയൊന്ന് ഒരുങ്ങി നിൽക്കാൻ, ഭയപ്പെടാതെ ജീവിക്കാൻ, ജാഗ്രതയോടുകൂടെ ആയിരിക്കാൻ, ആ ജാഗ്രതയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ, അതിനായി ഞങ്ങളെ തിരികെ എടുക്കാൻ വരുന്ന അങ്ങയെ ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എളിമയോടും കൂടെ സ്വീകരിക്കാൻ വേണ്ട ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധിയും ഒരുക്കവും ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ പുതുവീഞ്ഞാകുന്ന ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ തോൽക്കുടങ്ങളാകുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ അനുഗ്രഹം അങ്ങ് തന്നെ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് വന്ന് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ, കർത്താവെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കരം പിടിച്ച് കൂടെ പോകാനും മാത്രം എല്ലാം ഒരുക്കി വെച്ചിട്ടാണോ നമ്മുടെ വിശ്രമമെന്ന് ആലോചിച്ചിട്ട് വേണം ഇന്ന് ഉറങ്ങാൻ പോകാൻ. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.